ഒരുത്തിയിലും രക്ഷയില്ല, ഒരിടത്തും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ, മോചനം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം തുറന്നു വെച്ച ഒരേ ഒരു വഴി യേശു ക്രിസ്തു. ആ ക്രിസ്തു നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു, വരിക, നിന്റെ ബന്ധനങ്ങളെ, ശാപങ്ങളെ ഞാൻ മാറ്റിത്തരാം, ഞാൻ നിന്നെ മോചിപ്പിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ, പകരം മരിക്കയാൽ, പ്രായശ്ചിത്ത ബലിയായി മരിക്കയാൽ അവന് നമ്മോടുള്ള സ്നേഹം അവൻ കാൽവരിയിൽ പ്രദർശിപ്പിച്ചു. അതേ പ്രിയരെ, പാപിയെ സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവം, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവ് ഈ ശബ്ദപരിധിയിൽ ചില കുടുംബങ്ങളെ കൂടെ രക്ഷിപ്പാൻ, വ്യക്തികളെ രക്ഷിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു. പ്രിയരെ, ബൈബിളിന്റെ സാരാംശം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആരും നശിച്ചു പോകരുത് എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ആരും നശിച്ചു പോകരുത്. ഞങ്ങൾ കുറെ ആളുകൾ കേരളമൊട്ടാകെ സഞ്ചരിക്കുന്നതിന്റെ താല്പര്യവും ആരും നശിച്ചു പോകരുത്, ഒരു വ്യക്തിയും ഒടിഞ്ഞു പോകരുത്, ആരും തന്റെ പ്രാണനെ നശിപ്പിക്കരുത്. ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്ന ജീവിതമേ, നീ നിന്റെ പ്രാണനെ നശിപ്പിക്കരുത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിനക്കൊരു ജീവിതം, ധന്യമായ ഒരു ജീവിതം തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. നീ നിന്റെ ജീവിതത്തെ തകർത്ത് കളയരുതേ എന്ന് ഞങ്ങൾ നിന്നോട് താല്പര്യമായി വളരെ താഴ്മയോടെ ആമേൻ അപേക്ഷിക്കുകയാണ്. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം, ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അല്ലല്ല, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നീ നശിച്ചു പോകും. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, നിങ്ങളുടെ തിന്മകൾ മാറ്റപ്പെടേണ്ടതിന്, മദ്യപാനശീലവും ആമേൻ അരുതാത്ത സ്വഭാവവും മാറിക്കിട്ടേണ്ടതിന് നീ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ജീവനുള്ള സത്യനിത്യ ദൈവമായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊണ്ടാൽ സ്വർഗത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരും. അതേ പ്രിയരെ, ലഹരിക്ക് ലഹരി കൊണ്ട് തന്നെ പരിഹാരം. യേശുവിനെ നീ സ്വീകരിച്ചാൽ, വിശുദ്ധ ജീവിതം ചെയ്താൽ ദൈവം തരുന്ന ആശ്വാസം, മദ്യം നിനക്ക് ആശ്വാസം തരികയില്ല. ഒടുവിൽ മൂക്കിലൂടെ ചോരയൊഴുകി ക്യാൻസറായി ചോര തുപ്പിച്ചാകും. ലഹരിക്ക് അടിമയാകുന്നവരും ഏതൊരു ലഹരി ഉപയോഗിക്കുന്നവരും ക്യാൻസറിൽ പകുതി വഴിയിൽ അവസാനിക്കുമ്പോൾ ആശ്വാസം വേണോ? യേശു പറഞ്ഞു, അവൻ അധ്വാനിക്കുന്നവരും പാപത്തിന്റെ ഭാരത്താൽ വശം കെട്ടവരുമായ എല്ലാവരുമേ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി തരാമെന്ന് പറഞ്ഞ യേശു നിങ്ങളെ വിളിക്കുകയാണ്. യഹോവയെ, ദൈവത്തെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ ദുഷ്ടതകളെയും പാപി തന്റെ പാപവഴികളെയും വിട്ട് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ യേശു അവനോട് ക്ഷമിക്കും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മോളായി തീരാനുള്ള അവകാശം, സാധ്യത ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതെ, ശിക്ഷാവിധി പേറുന്ന, പാപത്തിൽ തുടരുന്ന, അശുദ്ധിയിൽ തുടരുന്ന നിന്നെ മോനാക്കി അംഗീകരിക്കാൻ യേശു തയ്യാറാണ്. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. നിന്റെ ഹൃദയം അവന് വേണ്ടി തുറക്കുമെങ്കിൽ, നിന്റെ ഹൃദയം അവന് വേണ്ടി പകരുമെങ്കിൽ, ഒരു മാറ്റം നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് തരുവാനും നിന്റെ ജന്മത്തെ അനുഗ്രഹിക്കുവാനും യേശു സന്നദ്ധനായി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ പ്രിയരെ. ആകുലമാനസരേവാ ആശ്വാസം തന്നിട ഞാൻ, ആലംബഹീനരേവാ ആശ്വാസം നൽകിട ഞാൻ, ആനന്ദം നൽകിടും ഞാൻ. യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു. അൻപെഴുമാ പൊൻകാരങ്ങൾ നീട്ടി വിളിക്കുന്നു. ഉള്ളം തകർന്നവരേവാ ഉണ്മയാമെന്നന്തികെ, ഉള്ളഴിഞ്ഞ ശ്വാസമേകാൻ ഉള്ളവൻ ഞാനല്ലയോ, ഉള്ളഴിഞ്ഞ ശ്വാസമേകാൻ ഉള്ളവൻ ഞാനല്ലയോ. അതേ പ്രിയരെ, യേശു നിന്നെ വിളിക്കുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ, ആ കേട്ട ശബ്ദത്തിൽ അവിടെ ഇരുന്നു കൊണ്ട്, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്റെ ഹൃദയം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. എന്റെ ഉള്ളിൽ വന്ന് എന്റെ രക്ഷിതാവായി, കർത്താവായി, ദൈവമായി
എന്റെ ഉള്ളിൽ വസിക്കണമേ, നിന്നോടൊത്ത് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ, മരണത്തിനപ്പുറത്തൊരു നിത്യത നിന്നോടുകൂടെ ചെലവിടാൻ എന്നെ സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? അവനെ രക്ഷിപ്പാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച ഞങ്ങളുടെ നല്ല സഹോദരങ്ങൾ, അവർക്ക് ആമേൻ ഇതൊരു അവസരമാക്കി രക്ഷയുടെ സാധ്യത മനസ്സിലാക്കി യേശുവിൽ ആനന്ദം കണ്ടെത്തി ജീവിതം ധന്യമാക്കി നല്ല മരണവും മരണത്തിനപ്പുറം ആമേ മരണമില്ലാത്ത യേശുവിന്റെ നാട്ടിൽ നിത്യതയും പങ്കുവയ്ക്കുവാൻ അവരെ സഹായിക്കണമേ. ശ്രോതാക്കളെ അനുഗ്രഹിക്കണമേ, ഈ ഗ്രാമത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഈ ഗ്രാമത്തെ അനുഗ്രഹിച്ച് കടന്നു പോകുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ.